പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധ ഖുർആനിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്ത് ഞാനിന്ന് പറഞ്ഞു തന്നാലോ? എന്താണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകത? എന്താവശ്യം വെച്ചാണോ ഈ സൂറത്ത് ഒരു 13 തവണ, കൂടുതലല്ല 13 തവണ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഒരു സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ ആ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിക്കൊടുക്കുമെന്ന് മഹാന്മാരായ മുൻഗാമികൾ പരിചയപ്പെടുത്തിയ, അവരുടെ ഗ്രന്ഥങ്ങളിൽ ഓർമ്മപ്പെടുത്തിയ മഹത്തായ ഒരു സൂറത്ത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവാചകൻ്റെ നാമം കൊണ്ട് നാമകരണം ചെയ്യപ്പെട്ട ഈ അത്ഭുത സൂറത്ത് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും, ദിവസത്തിൽ ഒരു തവണയെങ്കിലും പതിവാക്കുന്നൊരു ശീലമുണ്ടെങ്കിൽ നമ്മൾ എന്ത് റബ്ബിനോട് ചോദിച്ചാലും ഈ ഒരു സൂറത്ത് മുൻനിർത്തി ചോദിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരെ നമ്മെ ചേർത്ത് പെരുമാറട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാടുള്ള ആളുകൾ പലരും വിളിച്ചിട്ട് സങ്കടങ്ങൾ പറഞ്ഞവർ, വിഷമങ്ങൾ പറഞ്ഞവർ, ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ ഉള്ള ഒരു പരിഹാര മാർഗം കൂടിയാണ് ഈ സൂറത്ത്. വീഡിയോ മുഴുവൻ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഈ പറയുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ പലരും വിളിച്ചിട്ട് ഉസ്താദെ പല വിഷമങ്ങളും ഉണ്ട്, സങ്കടങ്ങളും ഉണ്ടെന്നൊക്കെ വിളിച്ച് സങ്കടം പറയുമ്പോൾ, വിഷമം പറയുമ്പോൾ അവർക്ക് പറ്റുന്നത് പോലെയുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരാ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുകയും അതിനുള്ള ഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പലർക്കും പ്രതിവിധികൾ ചെയ്തു കൊടുത്തിട്ട് അവരത് ജീവിതത്തിൽ പതിവാക്കി, അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ട് ഫലം കിട്ടിയത് വിളിച്ചറിയിക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഇത് കേൾക്കുമ്പോൾ. അള്ളാഹു ഇനിയും ഒരുപാട് ആളുകൾക്ക് അതിനുള്ള ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പല ആവശ്യങ്ങളും പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്, ഇല്ലേ? ചില ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരായിരിക്കും, സാമ്പത്തികമായ ആവശ്യം അവർക്കുണ്ട്. ചിലർ ജോലി ഇല്ലാത്തവരായിരിക്കും, ഇപ്പോൾ നല്ലൊരു ഹൈറായ ജോലി അവർക്ക് വേണം. അതുപോലെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ, വിവാഹം ശരിയാകാത്തവർ, കച്ചവടം റാഹത്താകാത്തവർ, വീടില്ലാത്തവർ, വീടുള്ളത് വിൽക്കാൻ നോക്കിയിട്ട് വിൽക്കാൻ പറ്റാത്ത ആളുകൾ, സ്ഥലം വിൽക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ, ഇത്തരത്തിൽ തുടങ്ങിയിട്ട് വഴിപ്രശ്നവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ, ദാമ്പത്യ വിഷയത്തിലുള്ള പരിഹാരങ്ങൾ തേടിയ ആളുകൾ, ഇതുപോലെ പല വിഷമങ്ങളും പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ആവശ്യങ്ങളാണ്, അല്ലേ? ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ ചിലപ്പോൾ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർക്ക്, സഹോദരങ്ങൾക്ക് പല ആവശ്യങ്ങളും ശരിയാണല്ലോ, എൻ്റെ ഒരു ആവശ്യം അങ്ങനെ ഉണ്ടല്ലോ എന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഈ പറയുന്നൊരു സൂറത്ത് നിങ്ങളൊന്ന് പതിവാക്കുക ഇൻഷാ അല്ലാഹ്. ഇത് വെറുതെ പറയല്ല, മഹാന്മാർ വളരെ വ്യക്തമായി പരിചയപ്പെടുത്തുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ, ആദ്യം ഞാൻ ഏതാ സൂറത്ത് എന്ന് പറഞ്ഞിട്ടെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദാണത്. ഹൂദ് സൂറത്ത്, മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരുകൊണ്ട് നാമകരണം ചെയ്യപ്പെട്ട സൂറത്ത് ഹൂദ്. ഈ ഒരു സൂറത്ത് ആരെങ്കിലും ഒരാൾ പതിവായി ഓതിയാൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ആദ്യം പറഞ്ഞുതരാം. എന്നിട്ട് അതിനുശേഷം ഇത് ഖലാഉൽ ഹാജത്തിന് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാകാൻ എങ്ങനെയാണ് ഇതുകൊണ്ട് അമൽ ചെയ്യുക, എങ്ങനെയാണ് ഇതുകൊണ്ട് നമ്മൾ ആ ഒരു ഹാജത്ത് പൂർത്തിയാകാനുള്ള ഒരു വഴി എങ്ങനെയാണ് അത് ചെയ്യുക എന്നും ഞാൻ പരിചയപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് പറഞ്ഞുതരാം. മൻ ഖറഅഹ, ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ, സൂറത്ത് ഹൂദ് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ, ഒരു തവണ ഓതിയാൽ തന്നെ എന്ത് കിട്ടും? ഉഅ്തിയ മിനൽ അജ്രി 10 ഹസനാത്തിൻ ബിഅദദി മൻ സദ്ദഖ ബിനൂഹിൻ വകദ്ദബ ബിഹി വഹൂദിൻ വസ്വാലിഹിൻ വശുഐബിൻ വലൂത്തിൻ വഇബ്രാഹീമ വമൂസ വകാന യൗമൽ ഖിയാമത്തി മിനസ് സുഅദാ. അവർക്ക് കിട്ടുന്ന ഒരു ചെറിയ നേട്ടം മുത്തുനബി തങ്ങൾ പറയാം. എന്താണ്? സൂറത്തുൽ ഹൂദ് ഒരു തവണ പാരായണം ചെയ്ത ആളുകൾക്ക് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ 7 പ്രവാചകന്മാരെ കൊണ്ട് സ്വദ്ദഖ, അവരെ കൊണ്ട് വാസ്തവമാക്കിയ, വിശ്വസിച്ച ആളുകളെയും വകദ്ദബ ബിഹി, അവരെ കൊണ്ട് അവിശ്വസിച്ച ആളുകൾ, അതായത് നൂഹ് നബിയെയും ഈ കൂട്ടരെയും പറഞ്ഞ 7 പ്രവാചകന്മാരെ കൊണ്ട് ആരെല്ലാം വിശ്വസിച്ചിട്ടുണ്ടോ, ആരെല്ലാം കളവാക്കിയിട്ടുണ്ടോ, അവിശ്വസിച്ചിട്ടുണ്ടോ, അവരുടെ ഒക്കെ എണ്ണത്തിനനുസരിച്ച് ഹസനാത്തുകളെ ആ വ്യക്തികളുടെ അക്കൗണ്ടിൽ അള്ളാഹു എഴുതി ചേർക്കും. എത്രയാണ് എന്ന് റബ്ബിന് മാത്രമേ അറിയുള്ളൂ. എത്ര കണക്ക് എന്നുള്ളത് അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത്, നമുക്കാർക്കും അറിയില്ല. നൂഹ് നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളുടെ എണ്ണം ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അവിശ്വസിച്ച ആളുകൾ എത്രയുണ്ട് എന്ന് നമുക്കറിയില്ല.
അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള ഈ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ചവരുടെയും അവിശ്വസിച്ചവരുടെയും അതതിനനുസരിച്ച് എണ്ണത്തിനനുസരിച്ച് കൂലി ഹസനാത്തുകൾ ആ വ്യക്തിക്ക് അള്ളാഹു എഴുതി ചേർക്കും. ഇനിയോ ഖിയാമത്ത് നാളിൽ ആ വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്നത് മിനസ്സുഅദാഇ വിജയികളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് ഒരു തവണ ഓതിയാലുള്ള നേട്ടമാണ് പറഞ്ഞത് കേട്ടോ. ഈ ഒരു സൂറത്ത് ഒരു തവണയെങ്കിലും ഓതിക്കൂടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇനി ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസം മൻ ഖറഅ സൂറത്ത ഹൂദിൻ ഫീ കുല്ലി ജുമുഅത്തിൻ, എല്ലാ വെള്ളിയാഴ്ചയും, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ചയല്ല ഇൻഷാ അല്ലാഹ്, വെള്ളിയാഴ്ച ദിവസം ഈ ഒരു സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ, എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ ഈ ഒരു സൂറത്ത്, നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതാറുണ്ട്, അപ്പോൾ കഹ്ഫ് ഓതുന്നത് പോലെ തന്നെ സൂറത്ത് ഹൂദ് ആരെങ്കിലും പാരായണം ചെയ്താൽ ബഅസഹുല്ലാഹു അസ്സ വജല്ല യൗമൽ ഖിയാമത്തി ഫീ സുംറത്തിൻ നബിയ്യീൻ, നാളെ മഹ്ശറിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് പലരും പല കാറ്റഗറിയിലായിരിക്കും ഉണ്ടാകുക. പ്രവാചകന്മാരൊരു സ്ഥലത്ത്, അതുപോലെ തന്നെ ഔലിയാക്കൾ മറ്റൊരു സ്ഥലത്ത്, സാധാരണക്കാരായ സ്വാലിഹ്യങ്ങൾ മറ്റൊരു സ്ഥലത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകൾ. ആ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് കാറ്റഗറി ആരായിരിക്കും? പ്രവാചകന്മാരായിരിക്കും. അതൊരു സംശയമില്ലല്ലോ. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പ്രവാചകന്മാരായിരിക്കും. സൂറത്ത് ഹൂദ് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പുനർജനിപ്പിക്കുന്നത്, അവരെ കൊണ്ടുവരുന്നത്, അവരെ അള്ളാഹു പരിഗണിക്കുന്നത് ഫീ സുംറത്തിൻ നബിയ്യീൻ, നബിമാരുടെ കൂട്ടത്തിലായിരിക്കും, പ്രവാചകന്മാരുടെ കൂട്ടത്തിലായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഗണിക്കുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യഅരിഫ് ലഹു ഖത്തിഅതൻ അമിലഹ യൗമൽ ഖിയാമ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി തങ്ങൾ പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തികൾ ചെയ്ത എന്തൊക്കെ പാപങ്ങളുണ്ടോ ആ പാപങ്ങളെ മുഴുവൻ അള്ളാഹു അഫൂ ചെയ്തു കൊടുക്കും, ആരും അറിയാത്ത രൂപത്തിൽ. ഇനി അവർ എത്ര കടലിലെ തിരമാല പോലെ പാപം ചെയ്തവരാണെങ്കിലും അള്ളാഹു അതൊക്കെ മായ്ച്ചു കൊടുക്കുന്നതാണ് എന്ന്. ഖിയാമത്ത് നാളിൽ വഷളാക്കൂല എന്നവരെ അള്ളാഹു നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ മാപ്പ് ചെയ്ത് തരട്ടെ. അവർക്ക് കിട്ടുന്നൊരു നേട്ടം നബി തങ്ങൾ പറയാം. ഇനി ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം പൂർത്തിയാകാനുണ്ട്, അവരുടെ ആവശ്യം നിറവേറി കിട്ടാനുണ്ട്, എന്നാൽ അവർക്കുള്ളൊരു പരിഹാര മാർഗം പറഞ്ഞുതരാം. അമ്മൻ കാനത്ത് ലഹു ഹാജത്ത്, ഒരാൾക്ക് ഒരാവശ്യം വന്നു, എന്തെങ്കിലും ഒരു ആവശ്യം, സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളാകട്ടെ, കച്ചവടപരമായിട്ടാകട്ടെ, ജോലി ആവട്ടെ, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഫൽ യഖ്റഅ സൂറത്ത ഹൂദിൻ, അവർ സൂറത്ത് ഹൂദ് ഓതണം. സലാസ അശറത മറത്ത്, എത്ര തവണ? 13 തവണ. 13 തവണ ആരെങ്കിലും ഒരാൾ സൂറത്ത് ഹൂദ് പാരായണം ചെയ്തിട്ട് ആ ആവശ്യം റബ്ബിനോട് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹത്തുക്കൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നീയത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? സൂറത്ത് ഹൂദ് ഒരല്പം വലിയ സൂറത്താണ്. എന്ത് ചെയ്യുക? നീയത്ത് വെച്ച് നമുക്ക് ഒറ്റയടിക്ക് ചൊല്ലി തീർക്കണം, ഓതി തീർക്കണമെന്നില്ല. നമ്മൾ നീയത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു ദിവസം ഓരോന്നെങ്കിലും ഒരെണ്ണം വീതമെങ്കിലും ഓതുന്ന രൂപത്തിലാക്കിയാൽ മതി. അല്ലെങ്കിൽ 2 ഓതാൻ സമയം കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പം എപ്പോഴാണോ പറ്റുന്നത് ആ രൂപത്തിൽ 13 തവണ സൂറത്ത് ഹൂദ് ആരെങ്കിലും പാരായണം ചെയ്തുകൊണ്ട് റബ്ബിനോട് ആ ആവശ്യം പറഞ്ഞാൽ അള്ളാഹുവരുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കും. അള്ളാഹു നമ്മുടെ ഹാജത്തുകളൊക്കെ നിറവേറ്റി തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. കൂട്ടത്തിൽ ഞാൻ സൂറത്ത് ഹൂദിൻ്റെ മറ്റൊരു നേട്ടം കൂടെ പറഞ്ഞുതരാം. മൻ ഖറഅ സൂറത്ത് ഹൂദിൻ ഫീ കുല്ലി ജുമുഅത്തിൻ, ആരെങ്കിലും ഒരാൾ ജുമുഅയുടെ ദിവസം സൂറത്ത് ഹൂദ് പാരായണം ചെയ്താൽ അവരെ സുംറത്തുൽ നബിയ്യീൻ, നബിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തത് വഹൂസിബ ഹിസാബൻ യസീറ, അവരുടെ ഹിസാബിനെ അള്ളാഹു അങ്ങോട്ട് എളുപ്പമാക്കി കൊടുക്കുന്ന, അള്ളാഹു ഹിസാബിനെ എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹു അത്തരത്തിൽ ഹിസാബ് കുറഞ്ഞ് ഹിസാബില്ലാതെ നാളെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരിൽ നമ്മെ ചേർത്ത് പെരുമാറട്ടെ. അപ്പോൾ നമ്മുടെ ആവശ്യം പൂർത്തിയാക്കാനുള്ളൊരു അമല് ഇൻഷാ അല്ലാഹ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനുള്ള ആളുകൾ ഇതൊന്ന് ഉപയോഗപ്പെടുത്തുക. ഇനി എന്തെങ്കിലും പരിഹാരങ്ങൾ തേടുന്ന ആളുകൾ, മറ്റെന്തെങ്കിലും പ്രശ്നപരിഹാരം തേടുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ നമ്പർ ഉപയോഗപ്പെടുത്തിയാൽ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലോ ബന്ധപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പറ്റുന്നത് പോലെയുള്ള പരിഹാരം അവർക്ക് പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു കൊടുത്ത പറയാനിരിക്കുന്ന എല്ലാ അമലുകൾക്കും അല്ലാഹു മൻഫഅത്ത് നൽകട്ടെ, ഫലം നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.